മോദി സർക്കാർ ഫാസിസ്റ്റ് അല്ലെന്ന രഹസ്യരേഖ CPM-നെ തിരുത്തേണ്ടി വരുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. RSS പൂർണ്ണമായും ഫാസിസ്റ്റാണ്. RSS നയിക്കുന്ന BJP സർക്കാരും ഫാസിസ്റ്റാണെന്നാണ് ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവന. ഷഹീദ് ചേരുന്നുണ്ട്. ഷഹീദ്, എന്താണ് ഇക്കാര്യത്തിൽ CPI-യുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണം? നേരത്തെ C. ദിവാകരന്റെ ഭാഗത്ത് നിന്നും വളരെ ശക്തമായി തന്നെ വിയോജിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. നിലപാടിൽ നിന്നൊരു മാറ്റവും ഇല്ല എന്ന് CPI പറയുമ്പോൾ ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവന സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ. പ്രതീക്ഷ, തീർച്ചയായും CPM-ന്റെ പുതിയ ഈ നയരേഖയോടുള്ള വിയോജിപ്പ് ശക്തമായി പ്രകടിപ്പിക്കുകയാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയാണ്. മോദി സർക്കാർ ഫാസിസ്റ്റ്, അതായത് പൂർണ്ണ ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഒരു സർക്കാർ അല്ലെന്ന ആണ് CPM നിലപാട് എടുത്തത്. ഫാസിസ്റ്റ് സ്വഭാവമുള്ള സർക്കാരാണ് എന്നുള്ളതാണ് അത്. പക്ഷേ CPI പൂർണ്ണമായും തള്ളുകയാണ്. RSS പൂർണ്ണമായും ഫാസിസ്റ്റ് ആണ്. RSS നയിക്കുന്ന BJP-യും സർക്കാരും ഫാസിസ്റ്റ് സർക്കാരാണ്. ഇക്കാര്യത്തിൽ പൂർണ്ണമായും ഫാസിസം ആയി കഴിഞ്ഞിട്ടില്ല എന്ന CPM-ന്റെ നിലപാട് തിരുത്തേണ്ടി വരുമെന്നും ബിനോയ് വിശ്വം പറയുന്നുണ്ട്. മോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ അല്ലെന്ന നിലപാട് CPM-ന് തിരുത്തേണ്ടി വരുമെന്നാണ് ബിനോയ് വിശ്വം വ്യക്തമാക്കുന്നത്. നേരത്തെയും CPM-ൽ ഈ ചർച്ച മുൻപ് പ്രകാശ് കാരാട്ടിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയപ്പോഴും CPI ഈ വിഷയത്തിൽ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. അതായത് പൂർണ്ണമായ ഫാസിസ്റ്റ് സ്വഭാവത്തിലുള്ള ഒരു സർക്കാർ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള സർക്കാർ അത്തരത്തിലുള്ള BJP സർക്കാർ പൂർണ്ണമായ ഫാസിസ്റ്റ് സർക്കാർ അല്ല എന്നൊരു നിലപാട് നേരത്തെയും CPI ശക്തമായി എതിർത്തിരുന്നു, വിയോജിച്ചിരുന്നു. ഈ നിലപാട് തന്നെയാണ് ഇപ്പോഴും CPI ഉയർത്തിപ്പിടിക്കുന്നത്. ബിനോയ് വിശ്വവും ഇക്കാര്യം വളരെ വ്യക്തമായി പുറത്തു പറയുകയാണ്. ശ്രീ മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ നൽകിയത്.